അല്ല, ഈ ഈഗോ ഒഴിവാക്കണം മന്ത്രിമാർ. എന്തൊക്കെയാണ് ഈ പറയണത്? മെഡിക്കൽ കോളേജിലും പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രികളിലും വീടുകളിൽ നിന്നും ശേഖരിച്ച് ഡിവൈഎഫ്ഐ നൽകുന്ന പൊതിച്ചോറ് ഹോസ്പിറ്റലിന്റെ അകത്തുള്ള അധികാരം മന്ത്രിക്കാണ്. എങ്ങനെയുണ്ടാ ഡിവൈഎഫ്ഐക്ക് അല്ല. പുറത്ത് ചെയ്തോട്ടെ, അകത്ത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അത് വലിയൊരു പോയിന്റ് അല്ലടോ. അപ്പോൾ അതൊരു ഈഗോയിൽ കാണാതെ അവരെ കൂടി ചേർത്ത് പിടിച്ചു പോകാനാണ് ശ്രമിക്കേണ്ടത്. ഇതുവരെ അതിനൊരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ, എല്ലാവരും പിന്തുണച്ചല്ലേ. എന്തിനാണ് നമ്മൾ അത്തരം കാര്യങ്ങളിൽ ഒരു കാരണവശാലും ഹോസ്പിറ്റൽ വളപ്പിൽ ആരും കയറാൻ സമ്മതിക്കില്ല, ഒരു പാർട്ടിന്. അവിടെ രാഷ്ട്രീയ പ്രവർത്തനം അതിന്റെ അകത്ത് വേണ്ട. ഭയങ്കര അത് കലക്കി വളരെ നല്ല നിലയിൽ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നൽകുന്നത് ഒരു നല്ല പ്രവൃത്തിയല്ലേ? അതിനങ്ങനെ കണ്ടാൽ പോരെ? കൊടുക്കുകയാണെങ്കിൽ പാർട്ടിയുടെ പേരും കൊടിയും വെച്ചിട്ടല്ല. അത് പ്രശ്നമുണ്ട്, തെറ്റാണത്. അങ്ങനെ തെറ്റാണ്, അത് സർക്കാർ സമ്മതിക്കില്ല. അതിന് എന്തിനാണ് ഇങ്ങനെ ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടി കാണുന്നത്? ഞാൻ പറയാം, രാഷ്ട്രീയ പാർട്ടികളുടെ ബേസിലല്ല സഹായിക്കേണ്ടത്. ഒരു കാരണവശാലും ഹോസ്പിറ്റലിനകത്ത് സമ്മതിക്കില്ല. അത് തന്നെ ആ തീരുമാനം UDF സർക്കാരിന്റെ തീരുമാനമാണ്. ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും, സംശയമൊന്നും വേണ്ട. എന്തെന്ത് മോഹങ്ങളായിരുന്നു, എല്ലാം പാഴായി പോയല്ലോ ദൈവമേ. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി DYFI ഉൾപ്പെടെയുള്ള യുവജന സംഘടന നേതാക്കളുമായി ചർച്ച ചെയ്യണം. DYFI, സേവാഭാരതി, യൂത്ത് കോൺഗ്രസ് അങ്ങനെയൊന്നും ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ വേണ്ട. എന്നാ സാറേ, ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നുപോയി. ഞാൻ പറയാം, ഈ ഇടത് കൈ ചെയ്യുന്ന വലത് കൈ അറിയാൻ പാടില്ല എന്നാണ് ശാസ്ത്രം. രാഷ്ട്രീയ പ്രവർത്തനം ഒരുപാട് കാര്യങ്ങൾ, ഇതിന് രാഷ്ട്രീയ പ്രവർത്തനം നല്ലതാണ്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് സാധനം തന്നോട്ടെ, ഞങ്ങൾ കൊടുത്തോളാം. ഇതേതാണ്ട് എലിക്കണിയിൽ സുന വെട്ടതുപോലെ. സുന വെട്ട എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. ചുമക്കാതെ പറ്റില്ലല്ലോ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.